ഇന്നിപ്പോൾ രാവിലെ അഫീനെ പറഞ്ഞു വിടാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞു കേട്ടോ. ഇന്ന് കുറച്ച് നേരത്തെ തന്നെ നമ്മൾ പണികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അഫിയുടെ സ്കൂളിൽ പോകാനുണ്ട്. ഇന്ന് ഗ്രാൻഡ് പേരൻസ് ഡേ ആണ് അവരുടെ സ്കൂളിൽ. അപ്പോൾ ഉമ്മിച്ചിനെ അത്തച്ചിനെ കൊണ്ടൊന്ന് പോകണം കേട്ടോ. അപ്പോൾ അവനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് അവനെ കുളിപ്പിച്ച് റെഡിയാക്കി യൂണിഫോമൊക്കെ ഇടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഇക്ക കുറച്ച് ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അത് കറി വെച്ചിട്ട് പോകുകയാണെങ്കിൽ ഉച്ചക്കത്തേക്കുള്ളതായല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ പണിയിലേക്ക് കിടന്നു. പിന്നെ ഇക്ക ഇന്ന് അവനെ കൊണ്ടുവിട്ടു കേട്ടോ. അപ്പോൾ ഇത് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞത്. പക്ഷെ നമ്മൾ 11 മണി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 11:30 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടോ. അപ്പോൾ അവരെ ആദ്യം തന്നെ വെൽക്കം ചെയ്യുന്നുണ്ട്. ഒരു ഫ്ലവറൊക്കെ കയ്യിൽ കൊടുത്തിട്ട് അവരെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുപ്പിച്ചു. പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് തന്നെ അവിടെ നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോയപ്പോഴേക്കും ജസ്റ്റ് പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികളുടെ പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ നടന്നുകൊണ്ടിരുന്നത്. ഇത് KG സെക്ഷനിലെ കുട്ടികളുടെ ഡാൻസാണ്. വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നത് കാണാൻ വേണ്ടി. അതിനുശേഷം ഒരു ചെറിയ ഒപ്പനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ലതായിരുന്നു. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കുട്ടികൾ ആ ഒരു ഡ്രസ്സിങ്ങിലൊക്കെ കാണാൻ. പിന്നെ ഉമ്മച്ചിയാണെങ്കിൽ പേടിച്ച് പറിച്ചിരിക്കുന്നതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇക്കാണെങ്കിൽ അവിടുത്തെ ഒരു മിസ്സിനെ പറഞ്ഞു വിട്ടിട്ട് ഉമ്മച്ചിയുടെ അടുത്ത് പറയിപ്പിച്ചു പാട്ട് പാടണം എന്നൊക്കെ, പേര് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ വെറുതെ കളിയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഉമ്മച്ചി ആകെ ടെൻഷൻ അടിച്ചു, ഞാനെങ്കിലും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കഴിഞ്ഞ വർഷം ഗ്രാൻഡ് പേരൻസ് ഡേ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും അത് നടന്നില്ല. എന്തായാലും അഫി ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പരിപാടി ഞാൻ കാണുന്നത്. പിന്നെ ഈ ഒരു ദിവസം അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഓരോ കുട്ടികളും അവരുടെ ഗ്രാൻഡ് പേരൻസിന് ഗിഫ്റ്റ് കൊടുക്കുന്നതും അവരൊരുമിച്ചുള്ള ഫോട്ടോ എടുക്കുന്ന ഒരു സെക്ഷനായിരുന്നു. അപ്പോൾ ഇത് ഓരോരുത്തരായിട്ട് പേര് വിളിച്ച് മിസ്സുമാർ സ്റ്റേജിൽ കയറ്റുന്നുണ്ട്. അവരുടെ ഗ്രാൻഡ് പേരൻസും പോകുന്നുണ്ട്, ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ആദ്യം JKG കുട്ടികളുടെ ഡിവിഷൻ അനുസരിച്ച് ഓരോരുത്തരെയും വിളിച്ച് സ്റ്റേജിലേക്ക് കയറ്റുന്നത്. അതിന് ശേഷമാണ് SKG കുട്ടികളുടെ. അങ്ങനെ ഓർഡർ അനുസരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അഫി അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓരോ കുട്ടികളെ ലൈനാക്കി നിർത്തിയേക്കാണ് കേട്ടോ, ഗിഫ്റ്റൊക്കെ കയ്യിൽ കൊടുത്തിട്ട്. അപ്പോൾ ഇത് അഫിയുടെ പേര് വിളിച്ചപ്പോഴത്തേക്കും അഫിയും ഉമ്മിച്ചി അത്തച്ചിയൊക്കെ ഇത് സ്റ്റേജിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കുമായിട്ട് ആ ഒരു ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്തായാലും ഭയങ്കര ഹാപ്പിയായി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ നടന്നിട്ടുണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. സത്യത്തിൽ ചെറുപ്പത്തിലെ എൻ്റെയും അനിയൻ്റെയൊക്കെ സ്കൂളിലെ ആനിവേഴ്സറിക്ക് അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുള്ള സമയത്ത് എപ്പോഴും തന്നെ ഉമ്മച്ചിയാണ് കേട്ടോ വരാറ്. അത്തച്ചി അങ്ങനെ വരാറില്ല, വല്ലപ്പോഴും അങ്ങനെ വന്നാലേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പോൾ അഫി എന്തായാലും അത്തച്ചി വന്നെന്ന് പറഞ്ഞ് തലേ ദിവസം മുതൽ വാശി പിടിക്കാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് വരികയും ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ മക്കളെക്കാട്ടിലും കൊച്ചുമക്കളുടെ കാര്യത്തിലാകുമ്പോഴത്തേക്കും അവർ കുറച്ചുകൂടി ഒരു ടേക്ക് കെയർ ചെയ്യുമല്ലോ. അപ്പോൾ ഞങ്ങളിത് വീട്ടിലെത്തി. പിന്നെ വൈകിട്ട് വെറുതെ മുറ്റത്തിരുന്നപ്പോഴേക്കും മഴവില്ല് കണ്ടതാണ് കേട്ടോ ആകാശത്ത്.